ഹായ് ഫ്രണ്ട്സ്, സാരീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. മാഷാ അല്ലാ, ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം. ഒരു നെയ്മീൻ ഫ്രൈ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിന്ന് ഇതാണ് ഞാൻ ഫ്രൈ ചെയ്യാനെടുത്തിരിക്കുന്ന നെയ്മീൻ. അപ്പോൾ ഇതുപോലെ ഞാൻ വളരെ നൈസായിട്ട് വട്ടത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ പെരുംജീരകം, ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്തതും കൂടി വേണം. നമുക്ക് ഈ ചെറുനാരങ്ങ ഇതിനകത്തേക്ക് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീര് മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നമുക്ക് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാനുള്ള മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ എല്ലാ മീനിനകത്തേക്കും എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഞാൻ എല്ലാ മീനും ഇതുപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് 1/2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനൊരു പാനിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ മീനും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ഓരോ മീനും ഞാനിതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കരിഞ്ഞു പോകാതെ, മസാലയൊന്നും എണ്ണയിൽ കരിഞ്ഞു പോകാതെ നന്നായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിതിനകത്തേക്ക് കുറച്ച് വേപ്പിലൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഒരു തണ്ട് വേപ്പില ഞാൻ ജസ്റ്റ് ഒന്ന് കീറി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വല്ലാത്തൊരു സ്മെല്ലാണ് തിളച്ച എണ്ണയിൽ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിനകത്ത് ഈ വേപ്പില കൂടി കിടന്ന് മൊരിയണ സ്മെല്ല് ഒരു വല്ലാത്തൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മീൻ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. കരിഞ്ഞു പോകാതെ തന്നെ നമുക്ക് ഒരു സൈഡ് നന്നായിട്ട് മുരിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് മീനെല്ലാം മറിച്ചിട്ട് മൊരിച്ചെടുക്കാം. ഒരുപാട് മുരിഞ്ഞു പോകരുത്. കറക്റ്റ് പരുവത്തിൽ നമുക്കിത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കിത് മുരിച്ചെടുക്കണം. അപ്പോൾ ഇതേ മറ്റേ സൈഡും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടില്ലേ, ഇതാണ് കറക്റ്റ് പരുവം. ഒരുപാട് കരിഞ്ഞൊന്നും പോകാതെ കറക്റ്റായിട്ടുള്ള പരുവത്തിൽ നമ്മുടെ മീൻ നമുക്ക് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്മീൻ ഫ്രൈ ആണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇതുപോലെ നമുക്ക് മസാല തേച്ച് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാനും പറ്റും. ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്മീൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.